ഇറ്റ്സ് മീൽ ഷെല്യാസ് ഫ്രോം കോഡ് ഡിസൈൻ. അപ്പോൾ ഇന്ന് ഡിസൈനർ വെയർ കാണിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരൊറ്റ പീസാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ഇട്ടിട്ട് കാണിക്കാം. അപ്പോൾ എനിക്ക് തോന്നി വേണ്ട, അതിങ്ങനെ ഇങ്ങനെ ഡയറക്റ്റ് കാണിക്കാൻ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടിരിക്കുക. അപ്പോൾ കളർ വന്നിട്ട് നല്ലൊരു ബീട്രൂട്ട് ഷെയ്ഡാണ്. ബീട്രൂട്ട് ഷെയ്ഡും ഒരു ക്യാരറ്റ് കളർ വരുന്ന അങ്ങനത്തെ ഒരു പീച്ച് കളർ കൂടെ വരുന്ന ഒരു കോമ്പിനേഷനാണ്. അടിപൊളി കോമ്പിനേഷനാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ടോപ്പിൻ്റെ ഡിസൈൻ കാണിക്കാം. ഉപ്പട സിൽക്കാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. നല്ലൊരു ഷെയ്ഡാണ്. ഇത് ഡൈ ചെയ്തിട്ടുള്ളതല്ല, നോർമൽ ഷെയ്ഡിൽ വരുന്നതാണ്. ഇതിൽ പല കളേഴ്സും നമുക്ക് ഡൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നെക്കിൻ്റെ ഏരിയ വരുന്നത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സീക്വൻസും കട്ട് ബീഡ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കട്ട് ബീഡും മാത്രമല്ല, കട്ട് ബീഡ് ചെയ്തിട്ട് അതിനെ റൗണ്ട് ചെയ്തിട്ട് നമ്മുടെ സിൽക്ക് ത്രെഡ് വെച്ചിട്ട്, സിൽക്ക് ത്രെഡ് അല്ല സെറി വെച്ചിട്ടുള്ള ഔട്ടിങ് കൂടെ വരുന്നുണ്ട്. നെക്കിൻ്റെ ഏരിയ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കാണ്. ബാക്ക് പോർഷനിൽ ഇതുപോലെ ഒരു സിംഗിൾ ബുട്ട അങ്ങനെ ഫ്രണ്ട് ബാക്ക് പോർഷനിൽ വരുന്നുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ ഏരിയ ഇതുപോലെ ഒരു വർക്ക്. ഈ സെയിം വർക്കാണ് നമ്മൾ ദുപ്പട്ടയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സീക്വൻസ് കൊടുക്കാൻ കാരണം നമ്മൾ ദുപ്പട്ടയിൽ ഡബിൾ ഷെയ്ഡാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഷെയ്ഡ് കൊടുത്തത്. ഓക്കെ, അങ്ങനെയാണല്ലേ. ടോപ്പിൻ്റെ ലോവർ പാർട്ട് കുറച്ച് ഗ്രാൻഡാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു തേർഡ് ഡ്രസ്സായിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഗ്രാൻഡായിട്ട് ഡ്രസ്സ് ചെയ്യണ്ട, ഭയങ്കര ഹെവി വർക്കൊന്നും വേണ്ട എന്നുള്ള ബ്രൈഡ്സിന് പറ്റും. ഇനി എല്ലാ ഫംഗ്ഷൻസിനൊക്കെ കുറച്ച് നമുക്ക് നല്ലൊരു എന്താ റിസപ്ഷൻ ഔട്ട്ഫിറ്റൊക്കെ നമുക്ക് നമ്മൾ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണെങ്കിലോ അതിനെല്ലാം നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. നല്ലൊരു ബീട്രൂട്ട് കളർ കേട്ടോ. ബോട്ടം സിമ്പിളായിട്ട് ആംഗിൾ ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ജസ്റ്റ് ഒരു സൈഡിൽ ഇതുപോലെ തന്നെ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട വരുന്നത് ഡബിൾ ഷെയ്ഡാണ്. ക്രേപ്പ് ജോർജറ്റാണ് മെറ്റീരിയൽ. ഫ്രണ്ട് പോർഷൻ കുറച്ച് ഗ്രാൻഡാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ സ്ലീവിൻ്റെ സെയിം വർക്കാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റേഞ്ച് നമുക്ക് സ്റ്റാർട്ടിങ് വരിക ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് 7,000 ആണ് കേട്ടോ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ സെയിം ഇതുപോലെ ചെയ്യാൻ കോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെ റേറ്റ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ദുപ്പട്ടയുടെ വർക്കൊന്നും ഇപ്പോൾ നമുക്ക് സിമ്പിൾ ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതേപോലെ അതൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഞാൻ കോമ്പിനേഷനും ആ ഒരു ഡിസൈനും മാത്രമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അടിപൊളി പീസാണ്. കോമ്പിനേഷനും സൂപ്പർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ കസ്റ്റമൈസേഷൻ ആവശ്യമുണ്ടെങ്കിൽ വേറെ കളേഴ്സുകളും ഇതൊക്കെ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. താഴെ നമ്മൾ ഒരു സ്ക്രീനിൽ നമ്പർ കൊടുക്കുക. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക. ഇതാണ് ദുപ്പട്ട വരുന്ന ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഇങ്ങനെയാണ് ദുപ്പട്ട വരിക കേട്ടോ. ഓക്കെ, ബാക്ക് പോർഷനിൽ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഒരു സിംഗിൾ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ അത് വേണ്ടെങ്കിൽ കോസ്റ്റ് ഒന്നുകൂടെ കുറയും. അപ്പോൾ അതാ പറഞ്ഞു നമ്മുടെ ഇതനുസരിച്ചിട്ട് നമ്മുടെ കോസ്റ്റ് അനുസരിച്ച് നമ്മുടെ എത്രയാണ് നമുക്ക് അഫോർഡ് ആയിട്ടുള്ളത് ആ ഒരു റേഞ്ചിനനുസരിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ ഇഷ്ടമായതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും കാറ്റഗറി ഇഷ്ടമായ ഇതിൻ്റെ കളർ കോമ്പിനേഷൻസിലോ വേറെ കളേഴ്സിലോ ഇനി അല്ല വേറെ പാറ്റേണിലോ. ഇപ്പോൾ ഇനി ഇത് ചുരിദാറാണല്ലോ, ഇതിൻ്റെ ലെഹങ്കാസ് ചെയ്യണം അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ ചെയ്യണം, അങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. കോമ്പിനേഷൻ ഡിഫറെൻ്റ് ആക്കിയിട്ടും ഒക്കെ മെറ്റീരിയൽ ഡിഫറെൻറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് ഇതിന് റേഞ്ച് വരിക 7,000 ആണ്. ഇനി അത്രയും സിമ്പിൾ ആണെങ്കിൽ 6,000 റേഞ്ചിലൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് റിസൾട്ട് വരാം. അതിലേക്ക് ബൈ.